താരസംഘടനയായ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരായ ശ്വേതാ മേനോന്റെ കേസിൽ അൻസിബ ഹസനും കക്ഷി ചേരും. എറണാകുളം മുൻസിഫ് കോടതിയിൽ അൻസിബ അപേക്ഷ നൽകി. അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേസ് ഈ മാസം 13 വീണ്ടും പരിഗണിക്കും. നടി അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർക്കെതിരെ ഇന്നലെ വൈകിട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് അമ്മയിൽ നടക്കുന്നത്. അമ്മയിലെ നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഈ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടണം എന്ന തരത്തിൽ കോടതി നടത്തിയ നിരീക്ഷണത്തിനെതിരായ നിയമനീക്കം കൂടിയാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അമ്മ പിരിച്ചുവിടണമെന്ന ജി സുധാകരൻ്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്ന് നടൻ രവീന്ദ്രൻ പറയുന്നു. സംഘടനയെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത്. ആരോപണമുണ്ടായപ്പോൾ ശ്വേതാ മേനോൻ ഓടി രക്ഷപ്പെട്ടു. മോഹൻലാലും മമ്മൂട്ടിയും ഉറപ്പായും ഈ വിഷയങ്ങളിൽ ഇടപെടും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും രവീന്ദ്രൻ പറയുന്നു. അമ്മ പിരിച്ചുവിടേണ്ട സമയമായി എന്നൊക്കെ പറയാം. അത് വളരെ ദുഃഖമുണ്ട്. കാരണം ആ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചത് നമ്മുടെ ഒരു തെറ്റാണെന്ന് തന്നെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇതിനെ പ്രതീക്ഷ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഈ 500 ചില്ലാനും മെമ്പേഴ്സുണ്ട്. ഇതിലെല്ലാവർക്കും ജോലിയൊന്നുമില്ല. ഇതിൽ ആകെ ഒരു 50 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 70 പേർക്ക് മാത്രമേ ഇതിനകത്ത് എപ്പോഴും തൊഴിൽ 3-4 വർഷമായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ സംഘടന തന്നെ ഇല്ലാതാക്കണമെന്നൊന്നും ഒരിക്കലും അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് നിങ്ങളും പോകരുത്, അഭിപ്രായങ്ങളും വരരുത്. യെസ്, നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് ഇന്നത്തെ കോടതി നീക്കങ്ങൾ നടക്കുന്നത്? ആദ്യം ലക്ഷ്മിപ്രിയക്കെതിരായ കേസിൽ കോടതി നിർദ്ദേശത്തൊടുവിൽ കേസെടുത്തിരിക്കുന്നു. ഒപ്പം അൻസിബയുടെ അടുത്ത നീക്കം എന്താണ്? സജിത്ത്, ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായി ശ്വേതാ മേനോൻ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ അൻസിബ കൂടി കക്ഷി ചേരുന്ന സാഹചര്യമാണ്. എറണാകുളം മുൻസിഫ് കോടതിയിലാണ് അൻസിബ അപേക്ഷ നൽകിയത്. അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അൻസിബ ചെയ്തിരിക്കുന്നത്. എന്നാലും ഈ മാസം 13-നായിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക. ആ ദിവസമായിരിക്കും ഇതിൽ അൻസിബയുടെ എന്തൊക്കെയാണോ അൻസിബ ഈ കക്ഷി ചേർന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുക ഇനി 13-ാം തീയതി തന്നെയായിരിക്കും. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലക്ഷ്മിപ്രിയക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ കോടതി തൃപ്പൂണിത്തുറ മുൻസിഫ് കോടതി കേസെടുക്കണമെന്ന് തൃപ്പൂണിത്തുറ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, ഒപ്പം തൃപ്പൂണിത്തുറയിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ അവരെ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഇന്ന് നടൻ രവീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അമ്മ സംഘടനയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ വേദനയുണ്ട്. ഇങ്ങനെ പുറമേ വന്നതെന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നതിൽ താരങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം. ഇതെങ്ങനെ പരിഹരിക്കാം എന്നത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ശ്വേതാ മേനോൻ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയാണ് സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നു എന്നൊക്കെ പറഞ്ഞത്. ഒപ്പം ഈ സംഘടന തന്നെ പിരിച്ചുവിടണമെന്ന ഇന്നലെ ജി സുധാകരന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതിനെയും അദ്ദേഹം പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള പരാമർശങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നൊരു സംഘടനയാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നേരിടാനായിട്ട് സംഘടന തയ്യാറാണ്. ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും വേഗം പരിഹരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നാണ് രവീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. സജിത്ത്, അതാണ് സാഹചര്യം. അമ്മയിൽ സംഭവിക്കുന്ന അങ്ങനെയാണ്. എന്തായാലും അൻസിബ ഈ കേസിൽ കക്ഷി ചേരാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ജി സുധാകരന്റെ പ്രസ്താവന ഉണ്ടാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.